ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടോക്ക് വിത്ത് ഐശ്വര്യ. നീണ്ട ഒരു വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, എന്നാലും പറയാതെ പറ്റുന്നില്ല. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ കുറെ താല്പര്യമുള്ള ഒരാളാണ് ശ്രീലക്ഷ്മി അറക്കൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വളച്ചെടുക്കുക എന്നൊക്കെ ഉള്ള ഒരാളെ ക്രഷ് അടിക്കുക, അവരെ പോയി അങ്ങോട്ട് സംസാരിക്കുക, അവരെ വളച്ചെടുക്കുക. ഇങ്ങോട്ട് വന്ന് ആരും ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്കത് ഇഷ്ടമല്ല. എന്നെ ഇങ്ങോട്ട് ആരും ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നും. ആണുങ്ങൾക്ക് എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിംഗ്സ് ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. അപ്പൊ അതാണ് പറഞ്ഞത് നേരത്തെ അവരെന്തിനാ കാലഘട്ടത്തിൽ വെച്ച് കൊടുത്തത് ചോദിക്കരുത്. പ്രായം കൂടുന്നവരും സ്ത്രീകൾക്ക് ഇത് കൂടിക്കൂടി വരുമെന്ന്. അങ്ങനെയല്ല, ഒരു 28 വയസ്സുള്ള ചോദനയല്ല 30 വയസ്സുള്ളപ്പോ ഉള്ളത്. ഇൻസ്റ്റമായിട്ട് പിന്നെ ഞാൻ എന്താണ് ഇന്ന് കണ്ണട വെച്ചിരിക്കുന്നത്? ഫെമിനിസ്റ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഫെമിനിസ്റ്റമേ എനിക്ക് ഇഷ്ടമല്ല, കണ്ണ് കാണത്തില്ല, അതുകൊണ്ടാ. അപ്പോ നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ കുറച്ച് കാര്യങ്ങളൊക്കെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കത് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ തോന്നിയില്ല. അതായത് പ്രതികരിക്കണം എന്ന് തോന്നി, അല്ലെ 2 വാക്ക് അതിനെക്കുറിച്ച് പറയണം എന്ന് തോന്നി. പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ സ്ത്രീത്വത്തിന് അത് മോശമായി പോകും. ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഭയങ്കര എന്താണ്, ചേച്ചിയോട് ചോദിച്ചിരിക്കുന്ന ഇന്റർവ്യൂ നടത്തിയിരിക്കുന്ന മീഡിയയുടെ എന്താണ് സംസ്കാരം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇക്കിളിപ്പെടുത്തുന്ന കോരിത്തെരിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചേച്ചിയോട് ചോദിക്കുകയും ചേച്ചി അതിലും ഭയങ്കരമായി കോരിത്തെരിപ്പിക്കുന്ന രീതിയിൽ അതിന് മറുപടി തരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ത് മാധ്യമ സംസ്കാരമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം ആ സ്ത്രീയിൽ നിന്ന് അത് മാത്രമേ പ്രതീക്ഷിക്കാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരെ വിളിച്ചിരുത്തി അമ്മാതിരി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മാധ്യമ സംസ്കാരത്തെ കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല. നമ്മൾ പണ്ടൊക്കെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ളതാണ്. മാധ്യമത്തിൽ കൂടി നമ്മൾ കൂടുതലും നല്ല കാര്യങ്ങളാണ്, അല്ലാതെ ഇങ്ങനെ സെക്ഷൽ ആയിട്ട് എന്താ പറയുന്നത്, അതിന്റെ ഏറ്റവും താഴ്ന്ന വശത്തേക്കാണ് പോകുന്നത്. അതിലുപരി ഒരു സ്ത്രീയെ സ്ത്രീകളെ കുറിച്ച് ഇത്ര മോശമായിട്ട് മറ്റൊരു സ്ത്രീ വന്നിരുന്ന് പറയുമ്പോൾ അതിനൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഓവുലേഷൻ ടൈമിൽ കഴിയുമ്പോൾ സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് കൂടുമെന്നും ആരെ കിട്ടിയാലും പുറകിന് പോകുന്നു, അത്ര ഭയങ്കര ഫീലിങ്സ് ആണെന്നും, അങ്ങനെ അത് എനിക്ക് എന്റെ വാക്ക് ഭാവിച്ച് പറയാൻ പറ്റാത്തതിൽ വളരെ മ്ലേച്ഛമായ കുറേ വാക്കുകൾ ആ ലേഡി ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനും ഒരു സ്ത്രീയാണ്, ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അവർക്കാർക്കും ഈ പറഞ്ഞ ഈ ചേച്ചി പറഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും പീരീഡ്സ് വരുന്നതാണ്, ഞങ്ങൾക്കും ഫാമിലി ഉള്ളതാണ്, ഞങ്ങൾക്കും മക്കളും ഭർത്താവും ഒക്കെ ഉള്ളതാണ്. ഞങ്ങൾക്ക് ആർക്കും ഒരിക്കലും തോന്നാത്ത ഒരു ചിന്തയാണ് ഇത്. ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തു. ഇവൻ ഇങ്ങനെ പറയുന്ന ഒരു തോന്നൽ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു രീതിയോട് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ പോലും അവർക്ക് ഒരു പെണ്ണെന്ന നിലയിൽ എന്നോട്, എന്റെ ഒരു ഫ്രണ്ട് എന്ന നിലയിലോ അവർക്ക് എന്നോട് പറയാം, ഐശ്വര്യ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്, അല്ലെ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന്. ഒരു സ്ത്രീ പോലും ഒരിക്കലും ഇവര് പറയുന്ന രീതിയിലല്ല. ഓവുലേഷൻ കഴിയുമ്പോൾ അല്ലെ പീരീഡ്സ് കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾ സെക്ഷൽ ഇംബാലൻസ് ആവുമെന്നും അവര് റോഡേ കൂടെ പോണവരെയൊക്കെ ആരെ കണ്ടാലും എന്നൊക്കെ പറയുന്നത് എത്ര വൈകൃത്യമാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഒരെണ്ണം പോലും ഭൂമിക്ക് മേലിരിക്കാൻ അർഹരല്ല. നീ കാണുന്നതല്ല പെണ്ണ്, നീ അറിയുന്നതല്ല പെണ്ണ്, നീയും പെണ്ണല്ല. നിന്നെയും പെണ്ണിന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. കാര്യം എല്ലാ സ്ത്രീകളും ഇതല്ല. മറ്റുള്ള മനുഷ്യർക്കിടയിലേക്ക് സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ ഒരു തിങ്കിങ് ഇട്ട് കൊടുക്കുകയാണ്. എങ്ങനെ സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറ ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുകയോ കയറി പിടിക്കാനോ ധൈര്യപ്പെടുന്നത് എന്താണെന്നറിയോ? പെണ്ണ് കയറി പിടിച്ചാൽ എന്തിനും റെഡിയായി നിൽക്കുകയാണെന്ന് നീ അടങ്ങുന്ന സ്ത്രീ സമൂഹം വിളിച്ചു പറയുമ്പോൾ പെണ്ണ് സുരക്ഷിതയല്ലാതായി പോകുന്നത് ഇങ്ങനത്തെ സ്ത്രീകളെയാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഇവരെ പോലുള്ളവരെ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തുന്ന ആ ചാനലിന് തന്നെ ബാൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഈ യൂട്യൂബിൽ എന്തും കാണിച്ചാൽ പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാറിയില്ലെങ്കിൽ ആ ചാനലിന്റെ എല്ലാ ഇന്റർവ്യൂവിലും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ സ്ത്രീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ചേച്ചി പറയുന്നത് പ്രായം കൂടുന്തോറും സ്ത്രീകൾക്ക് ഇത് കൂടിക്കൂടി വരുമെന്ന്. എന്ത് കൂടിക്കൂടി വരുമെന്നാണ് സ്ത്രീയെ പറയുന്നത്? നിന്നെ പെണ്ണെന്ന വർഗത്തിൽ നിന്നും വെട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു.
20 നമുക്ക് അങ്ങനെ തോന്നില്ല, 20-30 പൈസ വളച്ചെടുക്കാൻ ഭയങ്കര ഇഷ്ടമില്ലേ, വളച്ചെടുക്കുക എന്നൊക്കെ ഉള്ളത്. അത് ചേച്ചി കുറെ പറയുന്നുണ്ട്. എനിക്ക് ഈ ചേച്ചിയുടെ ഈ വീഡിയോ കേട്ടോണ്ടിരിക്കാൻ തീരെ താല്പര്യമില്ല. അപ്പൊ ചേച്ചിയുടെ ഇങ്ങനത്തെ ഈ സെക്ഷൽ ചെവിയിലുള്ള സംസാരങ്ങളും ചോദ്യകർത്താവാണെങ്കിൽ അത് ഭയങ്കരമായ രീതിയിൽ ആസ്വദിച്ച് കൊഞ്ചി കുഴഞ്ഞിരുന്നാണ് അവൻ കേൾക്കുന്നത്. ഈ സ്ത്രീ ഇത്ര വൾഗറായിട്ടാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ ചെറിയ മക്കളൊക്കെ യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഷോർട്സിലൊക്കെ ശ്രീലക്ഷ്മി അറക്കലിന്റെ ഈ വയസ്സില്ലാത്ത ഒരൊറ്റ ഇതും ഇല്ല. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് കാണുന്നത്. നമ്മുടെ മക്കൾ കാണുന്ന ഇതാണ്. പീരീഡ്സ് കഴിയുമ്പോഴത്തേക്ക് ഓവുലേഷൻ ടൈമിൽ സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും. ഒരു കുഞ്ഞിന്റെ മനസ്സിൽ അത് തോന്നുകയാണ്. അവന്റെ അമ്മ പീരീഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാലോ, അവന്റെ പെങ്ങൾക്ക് അതുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവൻ സ്നേഹിക്കുന്ന പെണ്ണിനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവൻ സമൂഹത്തിൽ കാണുന്ന സ്ത്രീകളെ അങ്ങനെയൊക്കെ ആയിരിക്കും. അടുത്തൊരു വാക്കും പറയുന്നുണ്ട്, ആരെ കിട്ടിയാലും വേണ്ടില്ല. അപ്പം ആരെ കിട്ടിയാലും സ്ത്രീ അതിന് റെഡിയാണ്. അടുത്തത് ആരും അറിയാതിരുന്നാൽ മതി, സേഫ് ആയിരുന്നാൽ മതി. എന്തൊരു സംസ്കാരമാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഫെമിനിസ്റ്റുകളുണ്ട്. എനിക്കറിയാം എന്താണ് ഫെമിനിസം. നിങ്ങൾക്കില്ലേ പേരൻസ്, അല്ലെ നിങ്ങൾ സമൂഹത്തിനോട് ഒരു കടപ്പാടില്ലേ, അല്ലെ നിങ്ങൾക്ക് മക്കളില്ലേ? നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ഇതിനെ ന്യായീകരിക്കുന്ന ഒരു സ്ത്രീയെയും സ്ത്രീയുടെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല എന്ന് ഞാൻ പറയും. കാരണം ഒരു സ്ത്രീക്കും ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ രീതിയിലല്ല. എല്ലാവരുടെയും ശാരീരിക ക്രമങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഈ സ്ത്രീകൾ പറയുന്നത് പോലെ, അല്ലെ ഈ സ്ത്രീയും ഇവരെ പിന്താങ്ങുന്നവരും പറയുന്നത് പോലെ, എനിക്ക് 99% ഇവരെ എതിർക്കുന്നവരാണ്. ആണുങ്ങൾ അടക്കം ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമില്ലേ? നീ കാണുന്നതല്ല പെണ്ണ്, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും നിന്നെ പോലെയല്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നി. ആണുങ്ങൾക്ക് എത്ര ബോധമുണ്ട്. കാര്യം അവന്റെ കൂടെ നിൽക്കുന്ന ഭാര്യയും അവന്റെ അമ്മയും അവന്റെ മക്കളും എന്താണെന്ന ബോധ്യം അവനിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഇത് കേൾക്കുന്ന പുതിയൊരു തലമുറയുണ്ട്. നമ്മുടെ മക്കളുണ്ട്, 10ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, ആ റേഞ്ചിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഫോണാണ്. ആ മക്കൾ കേൾക്കുന്നത് ഇതാണ്. അവരുടെ മനസ്സിൽ വരുന്ന ഒരു തോട്ട് ഇതാണ്. വളർന്നു വരുന്നത് അവർ ഈ കാഴ്ചപ്പാടിലാണ്. നിങ്ങളുടെയും മക്കൾ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് വരും. നാളെ നിങ്ങളുടെ മേൽ ചോദിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളായിരിക്കും. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സ്ത്രീകളുടെ സംസാരത്തിന് ചെവി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് സപ്പോർട്ട് ചെയ്യുകയോ, അല്ല ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് എടുക്കുന്ന ചാനലിനെ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾ സ്ത്രീകൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയാണോ? ഹൃദയത്തിൽ കൈതൊട്ട് പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ സോണിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടതിനോടല്ലാതെ മറ്റൊരാളോടും ഈ ഓവുലേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരില്ല. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവരെ പറയുന്നത് എന്താണ് പറയുന്നത്, കാമഭ്രാന്തികൾ അങ്ങനെയൊക്കെ എന്ന് അവരെ വിളിക്കേണ്ടി വരും. അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനേക്കാളും താഴെയുള്ള എന്തെങ്കിലും പദങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പദങ്ങൾ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും വിളിക്കേണ്ടി വരും. അല്ലെ? ഞാൻ ഇതെന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. ഒരു പെണ്ണെന്ന നിലയിൽ പെണ്ണുങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ബിക്കോസ് ഞാനൊരു പെണ്ണാണ്. എനിക്ക് എന്റെ നിലപാടിൽ നിന്നുകൊണ്ടേ എനിക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. എന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന പോലെ. എന്റെ അമ്മ ഒരു പെണ്ണായിരുന്നു. അപ്പം ഞങ്ങളുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഒരു സ്ത്രീ വന്നിരിക്കുന്നത്. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ആഫ്റ്റർ പീരീഡ് ഒരു സ്ത്രീയിലും ഇങ്ങനത്തെ ഈ സ്ത്രീ പറയുന്ന പോലത്തെ ഒരു കാര്യങ്ങളും. ഇതൊക്കെ ഇവളുടെ സൃഷ്ടിയാണ്. അതായത് ഇവളുടെ ലൈംഗിക വൈകൃത്യങ്ങൾ ചിലര് പ്രവർത്തിക്കുന്നു, ചിലര് പറഞ്ഞു തീർക്കുന്നു. അങ്ങനെ മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഈ സമൂഹം ഇതിനെ ഈ രീതിയിൽ കണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മുടെ മക്കളിലേക്ക് എത്തരുത്. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, വളർന്നു വരുന്ന ആൺകുട്ടികൾ ഇത് കാണുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഇല്ല. അവരിലേക്ക് ആദ്യം ചെല്ലുന്ന ഒരു ഇത് പീരീഡ്സ് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങൾ ഇങ്ങനെ തോന്നും. തന്റെ കൂടെ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും പീരീഡ് കഴിഞ്ഞാൽ അവൾക്ക് അങ്ങനെ തോന്നും എന്നുള്ളൊരു ചിന്താഗതി അവനിലേക്ക് വളരും. അവൻ സ്ത്രീയെ കാണുന്ന കാഴ്ചപ്പാട് തന്നെ വ്യത്യസ്തമാവും. വളർന്നു വരുന്ന തലമുറയെ, ഒരു സ്ത്രീയെ അങ്ങനെ അല്ല പൊർട്രേറ്റ് ചെയ്യേണ്ടത്. ഇവരെ പോലുള്ള സ്ത്രീകളെ, സ്ത്രീ സമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന കുറെ സ്ത്രീകളുണ്ട്. സ്വന്തം കൂട്ടത്തിലുള്ള സ്ത്രീകൾക്ക് കൂടി നാണക്കേടുണ്ടാക്കുന്നത്. നിങ്ങളുടെ അഴിഞ്ഞാട്ടം നിങ്ങളുടെ പേഴ്സണൽ സോണിൽ കാണിച്ചോണം. നിങ്ങളുടെ വൃത്തികേടുകൾ നിങ്ങൾക്ക് എന്തും കാണിക്കാം. അത് നിങ്ങളുടെ കിടപ്പറയിലോ നിങ്ങളുടെ 4 ചുവരുകൾക്കുള്ളിലോ നിങ്ങൾക്ക് എന്തുമാവാം. നിങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ വരില്ല. നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം. പെണ്ണെന്നൊരു ഒരു 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 വ്യക്തി, ഒരു പെണ്ണെന്നൊരു ഇതെടുത്ത് നിങ്ങൾ പറയുമ്പോൾ, ഒരു സ്ത്രീത്വത്തെ കുറിച്ച് പറയുമ്പോൾ, ഒരു പെണ്ണെന്ന
പുറമേ ധരിച്ച് നീ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇരിക്കുന്നു കൊണ്ട് പറയുമ്പോൾ എല്ലാ സ്ത്രീകളിലും അത് ബാധിക്കും. ഓരോ സ്ത്രീകളെയും അത് ബാധിക്കും. ഓരോ സ്ത്രീകളുടെ അഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന വർത്താനം ശ്രീലക്ഷ്മി അറക്കൽ പോലുള്ള ആൾക്കാർ പറയുമ്പോൾ, ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ആദ്യം നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ഫെമിനിസ്റ്റ് എന്ന പേരും പറഞ്ഞുകൊണ്ട് ഈ സെക്ഷൽ കാര്യങ്ങൾ സംസാരിച്ച് നടക്കുന്ന ഒരു മോശ സ്ത്രീയാണ്. സ്വന്തം അച്ഛൻ ഒരുപാട് ഭാര്യമാരും അവരിൽ ലോകത്ത് മൊത്തം മക്കളും ഉണ്ടായിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറഞ്ഞിട്ടുള്ളതാണ്. അച്ഛനെ അച്ഛനെ സമ്മതിച്ചു, അച്ഛനെ ആ കഴിവിൽ പ്രൗഡ് ആയിട്ടുള്ള മകളാണ്. അപ്പോൾ അത് തന്റെ എന്താണ് പാരമ്പര്യത്തിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്ത് പാരമ്പര്യത്തിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുറെ ഫെമിനിസം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതാണോ? ഇതാണോ ഒരു ഒരു സ്ത്രീയെ ഇത്രയും മോശമായ രീതിയിൽ ഒരു സ്ത്രീക്കും തോന്നാത്ത, അത് ഏതെങ്കിലും ഒക്കെ അവിടെയും മൂലയിലും മുക്കിലുമുള്ള അവളുമാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നല്ല നല്ല തല്ല് കിട്ടി വളരാത്തതിൻ്റെതോ അല്ലെങ്കിൽ അച്ചടക്കമില്ലാത്തതിന്റെയോ അല്ലെ മറ്റെന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. എനിക്കറിയില്ല അതിന് പ്രയോഗിക്കുന്ന വാക്കുകൾ എന്താണെന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഒരു സ്ത്രീയും ഇങ്ങനെയല്ല. ഇതല്ല പെണ്ണ്. പെണ്ണിൽ എപ്പോഴോ കാണുന്ന മനുഷ്യരോട് എല്ലാവരോടും തോന്നുന്ന ഒരു വികാരമല്ല ഇത്. അവൾക്ക് അവളുടെ പ്രിയപ്പെട്ടവരോട് മാത്രം തോന്നുന്ന ഒരു ഫീലിങ്സ് ആണ്. അല്ലാണ്ട് പീരീഡ്സ് കഴിഞ്ഞാൽ അങ്ങനെ ഭർത്താക്കന്മാർ ഗൾഫിലുള്ള ഭാര്യമാരുടെയൊക്കെ അവസ്ഥയൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ആ സ്ത്രീകളെ മൊത്തം ഈ പെണ്ണുമ്പിള്ളയും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടെ എത്ര മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എത്രയോ സ്ത്രീകൾ തന്റെ ഭർത്താവ് അന്യദേശത്ത് താമസിക്കുന്നു, മക്കളെ നോക്കി കുടുംബത്തെ നോക്കി അന്തസ്സായിട്ട് ജീവിക്കുന്ന സ്ത്രീ സമൂഹമുള്ള ഈ നാട്ടിലാണ് ഇവളെ പോലുള്ള തേർഡ് റേറ്റ് ഫെലോസ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യരുത്. ഇതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരു വർഷത്തിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുകയാണ്. ഒരു 1 year ആയി നമ്മുടെ ചാനൽ ഒരു വീഡിയോസും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇനിയും വീഡിയോ ചെയ്യും. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിനോട് വിയോജിപ്പുള്ളവർ കാണും, അവർ പറഞ്ഞതാണ് ശരിയെന്ന് തോന്നുന്നവർ കാണും. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എന്റെ ചാനലിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് രേഖപ്പെടുത്താൻ അധികാരമുള്ളത് കൊണ്ടും ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടും ആണ് ഇവിടെ ഇത് രേഖപ്പെടുത്തുന്നത്. അപ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കലും നിങ്ങളുടെ മക്കളിലേക്ക് ഇങ്ങനത്തെ വിഷവിത്തുകളെ വിതയ്ക്കാൻ അനുവദിക്കാതിരിക്കുക. ഇങ്ങനത്തെയുള്ള ചാനലുകൾ പ്രൈം സ്ട്രീം എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തതയില്ല ആ ചാനലിന്റെ പേര്. കാര്യം ഞാൻ അവരുടെ വീഡിയോ പോലും എനിക്ക് ഇഷ്ടമല്ല. കാര്യം അത്ര മോശമായിട്ടുള്ള ഇന്റർവ്യൂസ് മാത്രമാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ബാൻ ചെയ്യുക, ആ അവതാരകനെ നമിച്ചു കേട്ടോ. എന്റെ പൊന്നു മോനെ, നിന്റെ ഒന്നും വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലയോ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. അല്ല, നിനക്ക് ഒരു ഉളുപ്പില്ലേ? നീ ഒരു 30 വയസ്സ് കഴിഞ്ഞ ചെക്കനാണെന്ന് പറയുന്നു. നിനക്കൊരു അഭിമാനം ഇല്ല, ഒരു ഉളുപ്പില്ലേ, നാണവും മാനവും ഇല്ലേ? ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ശ്രീലക്ഷ്മി അറക്കലിന് അങ്ങനത്തെ നാണവും മാനവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അത് ശ്രീലക്ഷ്മി അറക്കലെ അറിയുന്നവർക്കും അറിയാം, സോഷ്യൽ മീഡിയക്കാർക്കും അറിയാം. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പോലുള്ള ഒരാളെ ഓപ്പോസിറ്റ് കാണുമ്പോൾ ഒരു സപ്പോർട്ട് വരുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇതിന്റെയൊക്കെ ബാക്കിയാണ് എന്ന് മാത്രം കരുതി നമുക്ക് സമാധാനിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ഇനി സോഷ്യൽ മീഡിയയിൽ കാണാതിരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ഭാവി തലമുറയ്ക്ക് പറ്റട്ടെ, നമുക്കും പറ്റട്ടെ. ബൈ.